ശിവം ശിവകരം ശാന്തം ശിവമാനം ശിവോത്തമം ശിവമാർഗപ്രണേതാരം പ്രണതോസ്മി സദാശിവം. 2010 മുതലാണ് സർഗോത്സവം എന്ന പേരിൽ എല്ലാ വർഷവും ശിവരാത്രി ദിനത്തിൽ ഈ സമയത്ത് സനാതന സ്കൂൾ ഓഫ് ലൈഫിലെ വിദ്യാർത്ഥികളും അവരുടെ മാതാപിതാക്കളും ഉൾപ്പെട്ട മുതിർന്ന വിദ്യാർത്ഥികളും എല്ലാവരും ഉൾപ്പെട്ട ആ കുടുംബാംഗങ്ങൾ അവതരിപ്പിക്കുന്ന വിവിധ പരിപാടികളോടുകൂടി സർഗോത്സവം 11 വർഷം തുടർച്ചയായിട്ട് അരങ്ങേറി. 2020 വരെ തുടർച്ചയായിട്ട് വളരെ ഭംഗിയായിട്ട് നടന്നു. നമുക്കറിയാം 2020 മുതൽ കോവിഡ് കാലഘട്ടം നമ്മളെല്ലാം അല്പം പിറകോട്ട് വലിച്ചു ചില കാര്യങ്ങളിൽ. എന്നാൽ സനാതന സ്കൂൾ ഓഫ് ലൈഫിനെ സംബന്ധിച്ചിടത്തോളം കോവിഡ് കാലഘട്ടം എന്ന് പറയുന്നത് സനാതന സ്കൂൾ ഓഫ് ലൈഫ് ആനിക്കാട് എന്ന കൊച്ചു ഗ്രാമത്തിൽ നിന്ന് ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഒരു പ്രസ്ഥാനമായിട്ട് മാറുവാനുള്ള ഒരു സാഹചര്യം കൂടി ഭഗവാന്റെ ഇച്ഛയായ സംഭവിച്ചു. കോവിഡ് കാലത്ത് ഓൺലൈനായിട്ട് നടത്തിയ പാഠങ്ങളുടെ പുസ്തക രൂപമായ സനാതന സുധ ഡോക്ടർ PV വിശ്വനാഥൻ നമ്പൂതിരി സാറ് നമുക്കായിട്ട് സനാതന സ്കൂൾ ഓഫ് ലൈഫ് ഒരുക്കിയ പ്ലാറ്റ്ഫോമിലൂടെ സനാതന ധർമ്മത്തെക്കുറിച്ച് നടത്തിയ 51 ക്ലാസ്സുകളുടെ പുസ്തക സമാഹാരം സനാതന സുധ എന്ന പേരിൽ പ്രസിദ്ധീകരിക്കപ്പെട്ടപ്പോൾ അത് വലിയൊരു വഴിത്തിരിവായിട്ട് മാറി. സനാതന സ്കൂൾ ഓഫ് ലൈഫിൻ്റെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ അതിൻ്റെ മലയാളവും ഇംഗ്ലീഷും പതിപ്പുകൾ പുറത്തിറങ്ങി. ഇംഗ്ലീഷ് പതിപ്പ് പ്രകാശനം ചെയ്തത് കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട അന്നത്തെ ഗവർണർ ശ്രീ ആരിഫ് മുഹമ്മദ് ഖാൻ അവர்களായിരുന്നു. രാജ്ഭവനിൽ വെച്ച് പ്രകാശനം നടത്തിയതിനു ശേഷം അദ്ദേഹത്തിന് നൽകിയ വാക്ക് അല്ലെങ്കിൽ അദ്ദേഹം നമുക്ക് നൽകിയ പ്രോത്സാഹനം ഇതായിരുന്നു: ഇത് ഇവിടെ കൊണ്ട് നിന്നാൽ പോരാ, സനാതന സുധയെ ആസ്പദമാക്കി സെമിനാറുകൾ ധാരാളം നടക്കണം. കേരളത്തിൻ്റെ എല്ലാ ജില്ലകളിലും കേരളത്തിൻ്റെ വലിയ പ്രധാന നഗരങ്ങളിലും സനാതന സുധയെക്കുറിച്ചുള്ള ചർച്ചകൾ ഉണ്ടാകണം എന്നുള്ള ആ നിർദ്ദേശം നമ്മൾ ശിരസ വഹിക്കുകയും കേരളത്തിലെ എല്ലാ ജില്ലകളിലും സെമിനാറുകൾ സംഘടിപ്പിക്കുകയും അതിൽ ഇവിടെ ഉൾപ്പെടെ ഈ വേദിയിൽ ഉൾപ്പെടെ നടന്ന സെമിനാറിൽ ശ്രീ ആരിഫ് മുഹമ്മദ് ഖാൻ അവർ നേരിട്ട് പങ്കെടുക്കുകയും ചെയ്യുകയുണ്ടായി. ശിവഗംഗയാക്കിയ
Ram, Ram, Jai
സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ അച്യുതാനന്ദ ഗോവിന്ദ മാധവ ഹരേ കൃഷ്ണ 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 മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ അച്യുതാനന്ദ ഗോവിന്ദ മാധവ ഹരേ കൃഷ്ണ തിരിയോടന്തം താഴ്ന്നൂതലും കെട്ടി ബാലചന്ദ്ര സമാന മുഖ പ്രഭ കാണാകേണം. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ അച്യുതാനന്ദ ഗോവിന്ദ മാധവ ഹരേ കൃഷ്ണ. അരടീവനകാലജ്ഞാനോദിരം ഭാരതീണകുന്നപുരീനകം ചേരോരായവചാത്തിട്ടു പാടണം ഭഗവാനേ. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ അച്യുതാനന്ദ ഗോവിന്ദ മാധവ ഹരേ കൃഷ്ണ. നീലകാരുണിൽ കണ്ട ജനാർദ്ദന ബാലഗോവിന്ദ വാസുദേവ കൃഷ്ണ ബാല
കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ അച്യുതാനന്ദ ഗോവിന്ദ മാധവ ഹരേ കൃഷ്ണ കയ്യിൽ നല്ല മുടിയടിച്ചൊരു മെയ്യഴകാർന്ന പീതാംബരപ്പട്ടും കെട്ടി നന്നായുടുത്തുടൻ കാണണം ഭഗവാനേ. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ അച്യുതാനന്ദ ഗോവിന്ദ മാധവ ഹരേ കൃഷ്ണ ഭക്തനായതു ചേരനുമേറ്റവ ഒക്കെയും ഭവനല്ലോ കൊടുത്തതും ഒപ്പിങ്ങൾക്കണേ മാധവ ഗോവിന്ദ വാസുദേവ. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ അച്യുതാനന്ദ ഗോവിന്ദ മാധവ ഹരേ കൃഷ്ണ കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ അച്യുതാനന്ദ ഗോവിന്ദ മാധവ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ ശിവായ പരമേശ്വരായ ചന്ദ്രശേഖരായ നമഃ ശിവായ പരമേശ്വരായ ചന്ദ്രശേഖരായ നമഃ ശിവായ പരമേശ്വരായ ചന്ദ്രശേഖരായ നമഃ ശിവായ പരമേശ്വരായ ചന്ദ്രശേഖരായ നമഃ ശിവായ പരമേശ്വരായ ശശിശേഖരായ നമഃ ശിവായ പരമേശ്വരായ ശശിശേഖരായ നമഃ ഭവായ ഗുണസംഭവായ ശിവതാണ്ഡവായ നമഃ ഭവായ ഗുണസംഭവായ ശിവതാണ്ഡവായ നമഃ ഭവായ ഗുണസംഭവായ ശിവതാണ്ഡവായ നമഃ ഭവായ ഗുണസംഭവായ ശിവതാണ്ഡവായ നമഃ ഓം നമഃ ശിവായ 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 ഓം നമഃ
ശിവ ശങ്കര ശിവ ശങ്കര ശങ്കര ശിവ ശങ്കര ശിവ ശങ്കര ശിവ ശങ്കര സാധുജനങ്ങളെ തേടിടുവോ സാധുജനങ്ങളെ തേടിടുവോ പാദസരോരുഹം പണിതിടുവോ പാദസരോരുഹം പണിതിടുവോ സാധുജനങ്ങളെ തേടിടുവോ പാദസരോരുഹം പണിതിടുവോ സാധുജനങ്ങളെ തേടിടുവോ പാദസരോരുഹം പണിതിടുവോ ശങ്കര 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 ശിവ ശങ്കര ശിവ ശങ്കര ശിവ ശങ്കര ശങ്കര ശിവ ശങ്കര ശിവ ശങ്കര ശിവ ശങ്കര വിഭൂതിരുദ്രാക്ഷമണിഞ്ഞിടുവോ വിഭൂതിരുദ്രാക്ഷമണിഞ്ഞിടുവോ പാദസരോരുഹം പണിതിടുവോ പാദസരോരുഹം പണിതിടുവോ വിഭൂതിരുദ്രാക്ഷമണിഞ്ഞിടുവോ പാദസരോരുഹം പണിതിടുവോ വിഭൂതിരുദ്രാക്ഷമണിഞ്ഞിടുവോ പാദസരോരുഹം പണിതിടുവോ ശങ്കര 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 ശിവ ശങ്കര ശിവ ശങ്കര ശങ്കര ശിവ ശങ്കര ശിവ ശിവ ശങ്കര ശിവ ശങ്കര ശങ്കര ശിവ ശങ്കര ശിവ ശങ്കര ശിവ ശങ്കര ശങ്കര ശിവ ശങ്കര ശിവ ശിവ ശങ്കര ശിവ ശങ്കര സദാശിവ സഭാപതി മനോഹര 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 സഭാപതി മനോഹര സഭാപതി മനോഹര സഭാപതി മനോഹര സഭാപതി മനോഹര സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ നല്ല വാക്കു ചൊല്ലണം നന്മ ചെയ്തു വാഴണം നാമഘോഷമെന്നുമെന്റെ നാവിലായി വന്നിടണം നല്ല ചിന്തയേകണം മനസ്സു ശുദ്ധമാക്കണം നിത്യനായ ചിത്രരാശരൂപനെ വണങ്ങണം
പൊഞ്ചിലമ്പു കൊഞ്ചിടുന്ന പിഞ്ചുപാദമോർക്കണം ആ പ്രകാശം കണ്ണിലായി സദാ നമിച്ചിടട്ടെ ഞാൻ ആ പ്രകാശം കണ്ണിലായി സദാ നമിച്ചിടട്ടെ ഞാൻ ഓം സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താം ന്യായേന മാർഗേണ മഹിം മനീഷാഃ ഗോബ്രാഹ്മണേഭ്യः ശുഭമസ്തുഭ്യം ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു കായേന വാചാ മനസേനേവ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാत् കരോമി യദ്യत् സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി നാരായണായേതി സമർപ്പയാമി.
सरला भाषा मधुर भाषा दिव्य भाषा संस्कृतम सरला भाषा मधुर भाषा दिव्य भाषा संस्कृतम मुनि जनवाणी कवि जनवाणी प्रिय जनवाणी संस्कृतम कालिदासो जने जने कंठे कंठे संस्कृतम कालिदासो जने जने कंठे कंठे संस्कृतम वसतो वसतो नामचरितं प्रियजन भाषा संस्कृतं वसतो वसतो नामचरितं प्रियजन भाषा संस्कृतं स्थाने स्थाने भारतदेशे सदने सदने संस्कृतं कालिदासो जने जने कंठे कंठे संस्कृतं कालिदासो जने जने कंठे कंठे संस्कृतम जनवाचा कवि जनवाचा प्रिय जनवाचा संस्कृतम मुनि जनवाचा कवि जनवाचा प्रिय जनवाचा संस्कृतम वदने वदने कार्यक्षेत्रे वार्तालापे संस्कृतम कालिदासो जने जने कंठे कंठे संस्कृतम कालिदासो जने जने कंठे कंठे संस्कृतम
ശ്വാസവ്യായാമം 2 ഏകം द्वे त्रीणि चत्वारि वज्रासन एकं द्वे त्रीणि
शशाङ्क एकं द्वे त्रीणि चत्वारि मण्डूक एकं द्वे त्रीणि चत्वारि उत्थानमण्डूक एकं द्वे त्रीणि चत्वारि मार्जारासनं एकं द्वे त्रीणि चत्वारि उष्ट्रासनं एकं द्वे त्रीणि चत्वारि हलासनं एकं द्वे त्रीणि सर्वाङ्गासनं एकं द्वे त्रीणि सेतुबन्धनासनं एकं द्वे त्रीणि चक्रासनं एकं द्वे त्रीणि धनुरासनं एकं द्वे त्रीणि त्रिकोणासनं ഒന്ന് एकं द्वे त्रीणि चत्वारि त्रिकोणासनं രണ്ട് एकं द्वे त्रीणि चत्वारि उत्थानचतुष्कोणः एकं द्वे त्रीणि उत्थान एकपादहस्तासनं एकं द्वे त्रीणि एक्सरसैज ഒന്ന് एकं द्वे त्रीणि चत्वारि एक्सरसैज രണ്ട് एकं द्वे त्रीणि चत्वारि वीरभद्रासनं एकं द्वे त्रीणि वृक्षासनं
ശാന്തി. കഴിഞ്ഞ വിദ്യാരംഭത്തോടനുബന്ധിച്ച് ഈ ശിവരാത്രി വരെ ഉള്ള ഞായറാഴ്ചകളിൽ കുട്ടികൾക്ക് കുറച്ച് നമ്മുടെ സംസ്കാരം വളരാൻ ഒരടിത്തറ പാകണം എന്നാഗ്രഹത്തോടെ മഹേഷേട്ടൻ സമീപിച്ചതുകൊണ്ടാണ് ഞാൻ ജോലി ചെയ്യുന്നത് കുറേ ദൂരെയാണെങ്കിലും പറ്റുന്ന ഞായറാഴ്ചകളിലൊക്കെ പങ്കെടുക്കാം എന്നറിയിച്ചു. കുറച്ച് ഞായറാഴ്ചകളിൽ ഇവിടെ വന്ന് പങ്കെടുക്കാൻ സാധിച്ചു. ഇടയ്ക്ക് ചില തിരക്കുകളൊക്കെ വന്നതുകൊണ്ട് എല്ലാ ഞായറാഴ്ചയും പങ്കെടുക്കാൻ സാധിച്ചിട്ടുമില്ല. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ കാലഘട്ടത്തിൽ ഇതിൻ്റെ ഒരു പ്രാധാന്യം എന്താണെന്ന് നമുക്കറിയാം. ക്ഷേത്രങ്ങളോട് ബന്ധപ്പെടുത്തി ഇതുപോലെയുള്ള സനാതന ധർമ്മ പഠനം വളരെ കുറച്ചേ നടക്കുന്നുള്ളൂ. നമ്മുടെ ചുറ്റുപാട് അനേക ക്ഷേത്രങ്ങളുണ്ട്, നമുക്കറിയാം. പല പല പരിപാടികൾ ക്ഷേത്രങ്ങളിൽ നടക്കുന്നുണ്ടെങ്കിലും അതിനൊക്കെ അതുകൊണ്ടൊക്കെ നമ്മൾ എന്ത് നേടുന്നു എന്നുള്ളത് നമ്മൾ തന്നെ സ്വയം ആലോചിക്കേണ്ടതാണ്, ചോദിക്കേണ്ടതാണ്. അപ്പോൾ അതിന് തീർത്തും വിരുദ്ധമായിട്ട് അതിൻ്റെ മറ്റ് പല ദിക്കിലും കാണാത്തതാണ് നമ്മൾ തിരുവനന്തപുരം ക്ഷേത്രത്തിൽ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് കാണുന്നത്. ധാരാളം കുട്ടികൾ ഇവിടെ ഈ ഒരു സനാതന ധർമ്മം പഠിച്ച് ഇന്നിപ്പോൾ വളർന്ന ഇന്നിപ്പോൾ ഇവിടെ പാടുന്ന സമയത്ത് കൊട്ടുന്ന മൃദംഗം, അതേപോലെ പല കോഴ്സുകൾ പാസ്സായി ജോലി ചെയ്യുന്ന അതിലൊരു തലമുറയെ തന്നെ ഇവിടെ സൃഷ്ടിച്ചു നമുക്കറിയാം. അപ്പോൾ ഇതാ നമ്മൾ ഏറ്റവും പുതിയ കുട്ടികളെ ഒരു പിച്ച വയ്ക്കാൻ പഠിപ്പിച്ചു. അതേ ഞാൻ പറയുള്ളൂ. കാരണം കുട്ടികൾക്ക് വലിയ അറിവ് നൽകാനൊന്നും നമുക്ക് സാധിച്ചിട്ടില്ല. പിച്ച വയ്ക്കാൻ നമുക്ക് രാമായണത്തെ കുറിച്ചാണ് ഞാൻ കൂടുതൽ കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്തിരിക്കുന്നത്. അതേപോലെ നമുക്ക് ധാരാളം സുഭാഷിതങ്ങളുണ്ട്. അതൊക്കെ കുട്ടികൾ പഠിച്ച് മനസ്സിലാക്കണമെന്നാണ്. ഇപ്പോൾ ഗ്രൂപ്പിലൊക്കെ ഉണ്ട്. അത് ഇന്നത്തോടെ അവസാനിക്കുന്നതല്ല. പറഞ്ഞു കൊടുത്ത കാര്യങ്ങളൊക്കെ ഇനിയും നിരന്തരം മനനം ചെയ്യേണ്ടതാണ്. അതായത് ഒരു ക്ലാസ് കൊണ്ട് നമുക്കൊന്നും പഠിക്കാൻ പറ്റില്ല. പഠിക്കണമെങ്കിൽ നമ്മൾ സ്വയം വിചാരിക്കണം. നമ്മളതിനു വേണ്ടി നിരന്തരം ഹോംവർക്ക് ചെയ്തുകൊണ്ടേയിരിക്കണം. അതിനാണ് മനനം എന്ന് പറയുന്നത്. അപ്പോൾ എന്തൊക്കെ ഇവിടെ പറഞ്ഞു കൊടുത്തോ അതൊക്കെ കുട്ടികൾ ഒന്നുകൂടി വീട്ടിലിരുന്ന ഇനിയുള്ള ഞായറാഴ്ചകളിലൂടെ ക്ലാസ് ഇല്ലാന്ന് പറഞ്ഞു. പകരം നിങ്ങൾ സ്വന്തം ഗൃഹത്തിൽ വെച്ച് ആ ക്ലാസ് നടത്തണം എന്നാണ് ഇപ്പോൾ നമ്മളോട് പറയാനുള്ളത്.